അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് തഖ്സീമുൽ ഫിഅലി ഇലൽ സ്വഹീഹി വൽ മുഅ്തൽ. മനസ്സിലായോ? തഖ്സീമുൽ ഫിഅലി, ഫിഅലിനെ ഖിസ്മ് ചെയ്യുന്നു, ഓഹരി വെക്കുന്നു. എന്തിലേക്കൊക്കെ, എവിടേക്കൊക്കെ ആയിട്ട്, എന്തിനൊക്കെ ആയിട്ട്? സ്വഹീഹ്, മുഅ്തൽ എന്നിങ്ങനെയായി ഫിഅലിനെ, എല്ലാ ഫിഅലിനെയും എന്തായിട്ടൊക്കെ ഖിസ്മാക്കുന്നു? സ്വഹീഹ് അല്ലെങ്കിൽ മുഅ്തൽ. അപ്പോൾ സ്വഹീഹ്, മുഅ്തൽ എന്നിങ്ങനെ ഫിഅലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്ന ഒരു പാഠഭാഗമാണ് ഇനി പഠിക്കുന്നത്. മനസ്സിലായല്ലോ? സ്വഹീഹ്, മുഅ്തൽ എന്നിങ്ങനെ. എല്ലാ ഫിഅലും സ്വഹീഹ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഒന്നിക്കൽ സ്വഹീഹ് അല്ലെങ്കിൽ മുഅ്തൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി സ്വഹീഹ് എന്താണ്, മുഅ്തൽ എന്താണ് നമുക്ക് പഠിക്കാം. എന്നാലല്ലേ സ്വഹീഹിലേക്കും മുഅ്തലിലേക്കും ഫിഅലിനെ ഖിസ്മാക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ സ്വഹീഹ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അൽ ഫിഅലു സ്വഹീഹു, സ്വഹീഹായ ഫിഅലാകുന്നത്, സ്വഹീഹായ ഫിഅലാകുന്നത്. അപ്പൊ സ്വഹീഹായ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാ, അത് ഒന്നാണ്. കാന കുല്ലു ഹർഫിൻ മിൻ ഹുറൂഫിൽ അസ്ലിയത്തി സ്വഹീഹൻ. കാന, മാ ഒന്നാവുന്നു. അപ്പോ അൽ ഫിഅലു സ്വഹീഹു, സ്വഹീഹായ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാവുന്നത് മാ ഒന്നാണ്. എങ്ങനത്തെ ഒന്ന്? കാന കുല്ലു ഹർഫിൻ മിൻ ഹുറൂഫിൽ അസ്ലിയത്തി സ്വഹീഹൻ. കാന, മാ ഒന്നാവുന്നു. കാന, ആയിരിക്കുന്നു. മാ ഒന്നാണ്, കാന ആയി. കുല്ലു ഹർഫിൻ, എല്ലാ ഹർഫും. മനസ്സിലായോ? എല്ലാ അക്ഷരങ്ങളും മാ ഒന്നാണ്. കുല്ലു ഹർഫിൻ മിൻ ഹുറൂഫിഹി. മനസ്സിലായോ? അപ്പോ കുല്ലു ഹർഫിൻ, എല്ലാ ഹർഫും. എന്തിൽ നിന്നുള്ള ഹർഫ്? മിൻ ഹുറൂഫിഹി, ആ ഫിഅലിൽ നിന്നുള്ള. എങ്ങനത്തെ ഫിഅലിൽ നിന്നുള്ള ഹർഫ്? അൽ അസ്ലിയത്തി, അസ്ലിയായ. മനസ്സിലായോ? അപ്പോ മാ ഒന്നാണ്. കുല്ലു ഹർഫിൻ, എല്ലാ ഹർഫും, എല്ലാ അക്ഷരങ്ങളും, എല്ലാ ലെറ്റേഴ്സും. എന്തിൽ നിന്നുള്ള? മിൻ ഹുറൂഫിൽ അസ്ലിയത്തി, അതിൽ നിന്നും അസ്ലിയായ, ആ ഫിഅലിൽ നിന്നും ഫിഅലിലെ അസ്ലിയായ എല്ലാ ഹർഫും ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? സ്വഹീഹൻ. അതെന്തായിരിക്കുന്നു? സ്വഹീഹൻ, സ്വഹീഹായിരിക്കുന്നു. അങ്ങനെയുള്ള ഫിഅലിലേക്ക് പറയുന്ന പേരാണ് ഫിഅലു സ്വഹീഹു, സ്വഹീഹായ ഫിഅൽ. അപ്പൊ സ്വഹീഹായ ഫിഅൽ എന്ന് പറഞ്ഞാൽ മാ, അത് ഒന്നാണ്. കാന കുല്ലു ഹർഫിൻ, ആ ഹർഫിൽ നിന്നുള്ള എല്ലാ ഹർഫും ആയിരിക്കുന്നു. മാ ഒന്നാണ്. കാന കുല്ലു ഹർഫിൻ, എല്ലാ ഹർഫും ആയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തിൽ നിന്ന്? മിൻ ഹുറൂഫിഹി, ആ ഫിഅലിൽ നിന്നുള്ള എല്ലാ ഹർഫുകളും, എല്ലാ ലെറ്റേഴ്സും ആയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ ഫിഅലിലുള്ള എല്ലാ ലെറ്റേഴ്സിൽ നിന്നുള്ള എല്ലാ ലെറ്ററും. മനസ്സിലായോ? ലെറ്റേഴ്സിൽ നിന്നുള്ള എല്ലാ ലെറ്ററും, ഫിഅലിൽ എന്തൊക്കെ ലെറ്റർ ഉണ്ടോ ആ ലെറ്റേഴ്സ് ഒക്കെ. എങ്ങനത്തെ ലെറ്റേഴ്സ്? അൽ അസ്ലിയത്തി, അസ്ലിയായ ലെറ്റർ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഫിഅല് അത് ഫഅല, അസ്ലിയായ ഹർഫുകളാണ്. അപ്പൊ ഫാഇല്, മനസ്സിലായോ? അല്ലെങ്കിൽ ഫഅല, അവിടെ എന്തായിരുന്നു? ഈ അലിഫ് സായിദായി വന്നു. ഫഅല എന്നാണ് ഫിഅല്, അല്ലേ? ഫഅല എന്നത് ഫിഅല്. അപ്പൊ അസ്ലി ഇവിടെ സായിദായി വന്നു. എന്ത്? ഈ അലിഫ്. അപ്പൊ ഈ അലിഫിന് എന്താവില്ല? കൂട്ടൂല. അപ്പൊ ഫഅല എന്നുള്ളതിൽ നിന്ന് എന്താണ്? അതിൽ നിന്നുള്ള അസ്ലിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഫ, ഫ, ഐന്, പിന്നെ ലാം, ഫഅല. ഈ ഫഅല എന്നത് എന്താണ്? ഇത് എന്താണ്? സായിദായി വന്നതാണ്, അല്ലേ? ഈ അലിഫ് എന്താണ്? സായിദായി വന്നതാണ്. ഖതല എന്നതാണ് അസ്ലിയായ ഫിഅൽ. അതിൽ നിന്നും ഖാതല. അപ്പൊ ഈ അലിഫ് എന്തായിരുന്നു? സായിദായി വന്നു. അപ്പൊ സായിദായി ഫിഅലിൽ നിന്ന് എന്തൊക്കെ സായിദായി വരും? ഫിഅലിൽ എന്തൊക്കെ സായിദായി വരുമെന്ന് നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ മനസ്സിലാക്കിയത് അങ്ങനെ സായിദായി അധികരിച്ചിട്ടൊന്നും വന്നിട്ടില്ല. ആ ഫിഅലിൽ ഉള്ളതൊക്കെ എന്താണ്? അസ്ലിയായ ഹർഫുകളാകുന്നു. ഫിഅലിലുള്ള എല്ലാ ഹർഫും എന്തായിട്ട് വന്നതാണ്? അസ്ലിയായ ഹർഫുകളാണ്. അങ്ങനെയുള്ള അസ്ലിയായ ഹർഫുകൾ, എല്ലാ ഹർഫും ആയിരിക്കുന്നു. എന്തായി? സ്വഹീഹൻ, സ്വഹീഹായി വന്നു.
മനസ്സിലായല്ലോ? അപ്പൊ സ്വഹീഹായി വന്ന ആ ഫിഅലിലെ ഹർഫുകളിൽ നിന്ന് എല്ലാ ഹർഫും ആയിരിക്കുന്നു എന്തായിരിക്കുന്നു? സ്വഹീഹൻ, സ്വഹീഹായ ഹർഫുകളായിരിക്കുന്നു. അങ്ങനെ എല്ലാ ഹർഫും സ്വഹീഹായി വന്നാൽ അതിലേക്ക് പറയുന്ന പേരാണ് എന്ത്? ഫിഅലു സ്വഹീഹു, സ്വഹീഹായ ഫിഅലി എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? വഹുവ അത് അൻവാഉൻ സലാസത്തുൻ, എത്ര ഇതാണ്? 3 വിധമാകുന്നു. ഏത്? സ്വഹീഹായ ഫിഅല് 3 വിധമാകുന്നു. അപ്പൊ സ്വഹീഹായ ഫിഅല് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ഒന്നാണ്. കാന കുല്ലു ഹർഫിൻ മിൻ ഹുറൂഫിൽ അസ്ലിയതി സ്വഹീഹൻ. മനസ്സിലായോ? സ്വഹീഹായ ഫിഅല് എന്ന് പറഞ്ഞാൽ മാ കാന കുല്ലു ഹർഫിൻ മിൻ ഹുറൂഫിൽ അസ്ലിയതി സ്വഹീഹൻ. ആ ഫിഅലിൽ നിന്നുള്ള എല്ലാ ഫിഅലിലെ ഹർഫുകളിൽ നിന്നുള്ള എല്ലാ ഹർഫും, ആ ഫിഅലിലെ അക്ഷരങ്ങൾ, ലെറ്റേഴ്സിൽ നിന്നുള്ള എല്ലാ ലെറ്റേഴ്സും, എല്ലാ അക്ഷരങ്ങളും, എല്ലാ ഹർഫുകളും എന്തായിരിക്കുന്നു? സ്വഹീഹൻ, സ്വഹീഹായിരിക്കുന്നു. അല്ലാതെ സ്വഹീഹായി വന്നു, അല്ലാതെ സായിദായി വന്നിട്ടില്ല. അതിൽ സായിദായി വന്നത് ഒഴിച്ച് ബാക്കിയുള്ള അസ്ലിയായ ഹർഫുകൾ എടുത്തു നോക്കിയാൽ അതെന്തായിരിക്കുന്നു? സ്വഹീഹായി വന്നിരിക്കുന്നു, സ്വഹീഹാണ്. അങ്ങനെയെങ്കിൽ അതിലേക്ക് പറയുന്ന പേരാണ് എന്ത്? അൽ-ഫിഅലു സ്വഹീഹു, സ്വഹീഹായ ഫിഅല് എന്നുള്ളത്. മനസ്സിലായോ? വഹുവ അൻവാഉൻ സലാസ, എത്ര വിധമാകുന്നു? 3 വിധമാകുന്നു. അപ്പോ ഏതൊക്കെയാണ് ആ 3 വിധം? സാലിമ്, മഹ്മൂസ്, മുദാഅഫ്. മനസ്സിലായോ? സാലിമ്, മഹ്മൂസ്, മുദാഅഫ്, അങ്ങനെ 3 വിധമാകുന്നു. സാലിമ്, മുദാഅഫ്, മഹ്മൂസ്. അപ്പൊ നമുക്ക് നോക്കാം. അൽ മഹ്മൂസ്, മഹ്മൂസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഇത് എത്ര വിധമാകുന്നു? 3 വിധമാകുന്നു. ഏത്? സ്വഹീഹായ ഫിഅല് 3 ഐറ്റം ആകുന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് മഹ്മൂസ്. മഹ്മൂസ് എന്ന് പറഞ്ഞാൽ മാ കാന അഹദു ഹുറൂഫിൽ അസ്ലിയതി ഹംസത്തു. മാ ഒന്നാകുന്നു. അതായത് മഹ്മൂസു മഹ്മൂസാവുന്നത്. അപ്പൊ 3 ഉണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ ഏതാണ്? സാലിമ്, മഹ്മൂസ്, മുദാഅഫ്. അപ്പൊ സാലിം ഏതാണ്? നമുക്ക് ലാസ്റ്റ് മൂന്നാമത്തെ രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ ആദ്യം മനസ്സിലാക്കുക. മഹ്മൂസ്, മഹ്മൂസ് എന്ന് പറഞ്ഞാൽ മാ കാന അഹദു ഹുറൂഫിൽ അസ്ലിയതി ഹംസത്തു. മനസ്സിലായോ? സോറി, മാ കാന അഹദു ഹർഫി അൽ മഹ്മൂസ്. മഹ്മൂസ് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്. കാന അഹദു ഹുറൂഫിൽ അസ്ലിയതി ഹംസതൻ. മാ ഒന്നാണ്. കാന ആയിരിക്കുന്നു, ആ ഒന്ന് ആയിരിക്കുന്നു. മാ കാന അഹദു ഹുറൂഫിഹി, ആ ഹർഫുകളിൽ നിന്നുള്ള ഒന്ന് ആയിരിക്കുന്നു. എങ്ങനത്തെ ഹർഫുകൾ? അൽ അസ്ലിയതി, അസ്ലിയായ ഹർഫുകൾ ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? ഹംസതൻ, ഹംസയായിരിക്കുന്നു. മഹ്മൂസ് എന്ന് പറഞ്ഞാൽ മാ കാന അഹദു ഹുറൂഫിൽ അസ്ലിയതി ഹംസതൻ. മനസ്സിലായോ? മാ ഒന്നാവുന്നു. കാന ആയി, എന്ത്? അഹദു ഹുറൂഫിൽ അസ്ലിയതി, ആ അസ്ലിയായ അക്ഷരങ്ങളിൽ നിന്നുള്ള ഒന്ന് ആയിരിക്കുന്നു. അതിനുള്ള ഒരു ഉദാഹരണം അക്കല അല്ലെങ്കിൽ അമറ. അപ്പൊ ഇതൊക്കെ എന്താണ്? അക്കല അല്ലെങ്കിൽ അമറ എന്നുള്ളതൊക്കെ എന്താണ്? അസ്ലിയായ ഹർഫുകളാണ്. ഇതിലൊന്നും സായിദായി വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പോ ഇവിടെ എന്താണ്? മാ ഒന്നാണ്. കാന ആയിരിക്കുന്നു. അഹദു ഹുറൂഫിൽ അസ്ലിയതി, ഇതിലെ അസ്ലിയായ അക്ഷരങ്ങളിൽ നിന്നുള്ള ഒന്ന് ആയിരിക്കുന്നു. എന്തായി? ഹംസതൻ, ഹംസയായി വന്നിരിക്കുന്നു. അപ്പൊ മഹ്മൂസിന്റെ ഉദാഹരണത്തിന് അക്കല അല്ലെങ്കിൽ അമറ. മനസ്സിലായോ? ഇങ്ങനെയായി വന്ന് പേരിക്കാണെന്ന് പറയാ മഹ്മൂസ് എന്ന് പറയാം. അപ്പൊ അൽ മഹ്മൂസ്, മഹ്മൂസ് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്. എങ്ങനത്തെ ഒന്ന്? കാന അഹദു ഹുറൂഫിൽ അസ്ലിയതി, അതിലെ അസ്ലിയായ ഹർഫുകളിൽ നിന്നുള്ള ഒന്ന് ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? ഹംസതൻ, ഹംസയായി വന്നിരിക്കുന്നു. അപ്പൊ അതിലെ അസ്ലിയായ അക്ഷരങ്ങളൊക്കെ എടുത്തു നോക്കുക. അപ്പൊ അതിൽ ഹംസ ഉണ്ടോ? അങ്ങനെയെങ്കിൽ അതെന്താണ്? സ്വഹീഹാണ്. സ്വഹീഹ് ഏത് വിധത്തിൽ പെടുന്നു? മഹ്മൂസിൽ പെടുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി രണ്ടാമത്തത് അൽ മുദഅഫ്. രണ്ടാമത്തത് മുദഅഫ്. മുദഅഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ഒന്നാണ്. കാന ഹർഫാഹു, ആ ഫിഅലിലെ ഹർഫ്, ഹർഫാഹു സാനി വസാലിസു, ആ ഹർഫിൽ നിന്നുള്ള രണ്ടാമത്തേതും മൂന്നാമത്തേതും
ആയിരിക്കുന്നു. എന്തിൽപ്പെട്ടതായിരിക്കുന്നു? മിൻ ജിൻസിൻ വാഹിദിൻ, ഒറ്റ ഇനത്തിൽപ്പെട്ടതായിരിക്കുന്നു, ഒരേ അക്ഷരമായിരിക്കുന്നു. ഏത്? അതിൽ നിന്നുള്ള രണ്ടാമത്തെ ഹർഫും മൂന്നാമത്തെ ഹർഫും ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? മിൻ ജിൻസിൻ വാഹിദിൻ, ഒറ്റ ഇനത്തിൽപ്പെട്ട ഹർഫുകളിൽ നിന്നുള്ള ഒറ്റ ഇനം. അതേതാണ്? ഒരിക്കൽ കുറെ അക്ഷരങ്ങളുണ്ടല്ലോ, ഹിജായിയായ അക്ഷരങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഹർഫുകളിൽ പെട്ട ഒന്നായിരിക്കുന്നു. അപ്പൊ രണ്ടും മൂന്നും ഒരേ ഹർഫുകളാവുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ മുദാഅഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ കാന ഹർഫാഉ സാനി വസാലിസു, അതിൽ നിന്നുള്ള രണ്ടാമത്തെ ഹർഫും മൂന്നാമത്തെ ഹർഫും ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? മിൻ ജിൻസിൻ വാഹിദിൻ, ഒറ്റ ഇനത്തിൽപ്പെട്ടതായിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഫിയലിൽ നിന്നുള്ള രണ്ടാമത്തെ ഹർഫും മൂന്നാമത്തെ ഹർഫും, അപ്പൊ ഒന്ന് രണ്ടും ആവുമോ? ഒന്ന് രണ്ടും ആവൂല. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെയാവും? അതിലെ രണ്ടാമത്തെ ഹർഫും മൂന്നാമത്തെ ഹർഫും ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? മിൻ ജിൻസിൻ വാഹിദിൻ, ഒറ്റ ഇനത്തിൽപ്പെട്ടതായിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അങ്ങനെ ഒന്നിക്കൽ മഹ്മൂസ് ആയിരിക്കും, അല്ലെങ്കിൽ മുദാഅഫ് ആയിരിക്കും. മുദാഅഫ് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, കാന ആയിരിക്കുന്നു, ഹർഫാഉ സാനി വസാലിസു, അതിലെ രണ്ടാമത്തേതും മൂന്നാമത്തെ ഹർഫും ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? മിൻ ജിൻസിൻ വാഹിദിൻ, ഒറ്റ ഇനത്തിൽപ്പെട്ട ഒരേ അക്ഷരമായിരിക്കുന്നു. ഏത്? ആ ഫിഅലിൽ നിന്നുള്ള രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒരേ വർഗത്തിൽപ്പെട്ട അക്ഷരമായിരിക്കുന്നു, ഒരേ അക്ഷരമായിരിക്കുന്നു. അങ്ങനെ ആ ഫിഅലിൽ നിന്നുള്ള രണ്ടാമത്തേതും മൂന്നാമത്തെ ഹർഫുമായിട്ട് ഒരേ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങൾ. മനസ്സിലായോ? ഒരേ ഇനത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞാല് അറബി അക്ഷരമായുള്ള ഏതെങ്കിലും ഒരു അക്ഷരമല്ല, രണ്ടും ഒരേ അക്ഷരമായി വന്നിരിക്കുന്നു. അങ്ങനെ വന്നതിന് പറയുന്ന പേരാണ് എന്ത്? മുദഅഫ് എന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഫിഅലിൽ നിന്നുള്ള രണ്ടാമത്തെ അക്ഷരം എടുക്കുക, മൂന്നാമത്തെ അക്ഷരം എടുക്കുക, രണ്ടും എടുത്തു നോക്കുമ്പോൾ എന്താണ്? രണ്ടും ഒരേപോലെയാണ്. അങ്ങനെയെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? മുദഅഫ്. മാ കാന, മാ ഒന്നാണ്, കാന ഹർഫാഉ സാനി വസാലിസു മിൻ ജിൻസി വാഹിദിൻ, അതിലെ രണ്ടാമത്തെ ഹർഫും അതിലെ മൂന്നാമത്തെ ഹർഫും ആയിരിക്കുന്നു. മിൻ ജിൻസി വാഹിദിൻ, ഒരേ അക്ഷരമാകുന്നു. അങ്ങനെ ഒരേ അക്ഷരമായി വന്നതിന് പറയുന്ന പേരാണ് മുദഅഫ്. ഇനി സാലിം. അപ്പൊ അതിനുള്ള ഉദാഹരണം ഇത് മൂന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു. അസാലിം. ഇനി അപ്പൊ മൂന്നാമത്തെ ഒരു ഒന്നും കൂടി ഉണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞു, രണ്ടും പറഞ്ഞു. ഇനി മൂന്നാമത്തത് സാലിം. മൂന്നാമത്തത് സാലിം. സാലിം എന്ന് പറഞ്ഞാൽ മാ ഒന്നായിരിക്കും, മാ ഒന്ന്, കാന അത് ആയിരിക്കുന്നു, ഖാലിയൻ ഒഴിഞ്ഞതായിരിക്കുന്നു. മാ ഒന്നാണ്, കാന ആ ഒന്ന് ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? ഖാലിയൻ ഒഴിഞ്ഞതായിരിക്കുന്നു. എന്തിൽ നിന്ന് ഒഴിഞ്ഞത്? മിനൽ മഹ്മൂസി മിനൽ ഹംസി വത്തദഈഫ്, ഈ ഹംസിൽ നിന്നും തദഈഫ്. തദഈഫ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലെ രണ്ടാമത്തെ ഹർഫും മൂന്നാമത്തെ ഹർഫും ഒരുപോലെയായി വന്നു. ഒരുപോലെ വന്നാൽ എന്താകും? അവിടെ തദഈഫ്, ഇരട്ടിപ്പിക്കും. മനസ്സിലായോ? ഇരട്ടിപ്പിക്കും. അങ്ങനെ തദഈഫ്, ഇരട്ടിപ്പിക്കലിൽ നിന്നും ഹംസിൽ നിന്നും ഒഴിവായി വന്ന ഒന്നാണ് ഏത്? സാലിം. അപ്പൊ സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ എല്ലാ അസ്ലിയായ പദങ്ങളും സ്വഹീഹായിരിക്കുന്നു. അസ്ലിയായ എല്ലാ ഹർഫുകളും എന്തായിരിക്കുന്നു? സ്വഹീഹായിരിക്കുന്നു. പിന്നെ എന്തുമാണ്? ഹംസിൽ നിന്നും തദഈഫിൽ നിന്നും ഖാലിയൻ, അത് ഒഴിഞ്ഞതാണ്. അങ്ങനെയുള്ള ഒന്നിനിക്ക് പറയുന്ന പേരാണ് എന്ത്? സാലിം. മനസ്സിലായോ? അപ്പൊ സ്വഹീഹ് നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ സ്വഹീഹിനുള്ള ഉദാഹരണം നമുക്ക് നോക്കാം. ഒന്നാമത്തത് ശരിബൽ വലതു, അല്ല ഏത്? അമറല്ലാഹിക്കു, അധികാരസ്ഥൻ കൽപ്പിച്ചു. മനസ്സിലായോ? ഓഫീസർ കൽപ്പിച്ചു. അമറല്ലാഹിക്കു, ഓഫീസർ കൽപ്പിച്ചു. ഇവിടെ ഇതെന്തിനുള്ള ഉദാഹരണമാണ്? മഹ്മൂദിനിക്ക് ഉദാഹരണമാണ്. കാരണം എന്താണ്? അതിലുള്ള അസ്ലിയായ പദങ്ങൾ എടുത്തു നോക്കുമ്പോൾ, അതിലുള്ള അക്ഷരങ്ങളിൽ അസ്ലിയായ അക്ഷരങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിലുള്ള ഒരക്ഷരം എന്താണ്? ഹംസത്തു, ഹംസയായി വന്നു. കാരണം എന്ത്? അമറല്ലാഹിക്കു, ഓഫീസർ കൽപ്പിച്ചു. മനസ്സിലായോ? ഇനി രണ്ടാമത്തേത്. അപ്പൊ ഫസ്റ്റ് എന്തായി? ആദ്യത്തെ അക്ഷരം അമറ, മനസ്സിലായോ? ഹംസയായി വന്നു. ഇനി രണ്ടാമത്തെ അക്ഷരം ഹംസയായി വന്നതിന് സഅല തിൽമീദു അൽ മുഅല്ലിമ. മനസ്സിലായോ? സഅല തിൽമീദു, കുട്ടി ചോദിച്ചു. ആരോട്? അൽ മുഅല്ലിമ, അധ്യാപകനോട്. മനസ്സിലായോ? അധ്യാപകനോട് കുട്ടി ചോദിച്ചു. അപ്പൊ അക്കലൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു? അത് ഫസ്റ്റ് കലിമത്തിന്റെ തുടക്കത്തിൽ ഹംസ് വന്നതിന്
ഉദാഹരണമാണ് അക്കല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി സഅല. സഅല എടുത്ത് നോക്കിയാൽ അത് കലിമത്തിന്റെ സെന്റർ രണ്ടാമത്തെ അക്ഷരം ഹംസയായി വന്നതിന് ഉദാഹരണമാണ് സഅല, ചോദിച്ചു. സഅല തിൽമീദു അൽ മുഅല്ലിമ, അധ്യാപകനോട് വിദ്യാർത്ഥി ചോദിച്ചു. ഇനി മൂന്നാമത്തേത് ഖറഅൽ ഖാദി അൽ ഹുക്മ, ഖറഅ വായിച്ചു, ഖറഅൽ ഖാദി ഖാദി വായിച്ചു, എന്ത് അൽ ഹുക്മ വിധി വായിച്ചു. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്തായി? തുടക്കത്തിൽ ഹംസയായി വന്നു, പിന്നെ രണ്ടാമത് ഹംസയായി വന്നു സഅല, മൂന്നാമത്തേത് അവസാനം മൂന്നാമത്തെ അക്ഷരം എന്തായി വന്നു? ഹംസയായി വന്നു. അപ്പൊ ഇതെന്തിനുള്ള ഉദാഹരണമാണ്? മഹ്മൂസിനിക്കുള്ള ഉദാഹരണമാകുന്നു. അപ്പോ ഉദാഹരണം മനസ്സിലാക്കി വെക്കുക. മഹ്മൂസ് കാരണം എന്താണ്? സ്വഹീഹാണ്. ഈ മൂന്ന് പദങ്ങളും ഈ മൂന്ന് ഹർഫുകളും സ്വഹീഹാണ്. ഇതിലൊന്നും മുഅത്തലിന്റെ അക്ഷരങ്ങളില്ല. ഇനി ഇതിലും മുഅത്തലിന്റെ അക്ഷരമില്ല, സ്വഹീഹാണ്. പിന്നെ ഇതും സ്വഹീഹാണ്. പിന്നെ മഹ്മൂസ് എന്തായി? മഹ്മൂസാണ് കാരണം ഈ അസ്ലിയായ ഹർഫുകളിൽ നിന്നുള്ള എല്ലാ ഹർഫുമായി എന്തായി? ഹംസയായി മാറി. മനസ്സിലായി? അതുകൊണ്ട് അതെനിക്ക് മഹ്മൂസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ തളീഫ്. തളീഫ് എന്ന് പറഞ്ഞാൽ മാ കാന ഹർഫാ സാനി വ സാലിസു മിൻ ജിൻസി വാഹിദിൻ നമ്മൾ പറഞ്ഞത്. അപ്പോ അതിൽ നിന്നുള്ള ഒന്നാമത്തെ ഹർഫ് അല്ലെ രണ്ടാമത്തെ ഹർഫ് മൂന്നാമത്തെ ഹർഫ്, മനസ്സിലായി? രണ്ട് ഹർഫുമായി ഏതൊക്കെ? രണ്ടാമത്തതും മൂന്നാമത്തതുമായ ഹർഫുകളായി എന്തായി? മിൻ ജിൻസി വാഹിദിൻ, ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ അക്ഷരമായി വന്നു. അതിനുള്ള ഉദാഹരണമാണ് അദ്ദ, എണ്ണുക. മനസ്സിലായോ? അപ്പൊ എന്താ ശരിക്ക്? അദദ എന്നാണ് അല്ലേ? അദദ. പിന്നെ അവിടെ എന്തായി? ഇത് അയിന് ഒന്നാമത്തെ അക്ഷരം, ദാല് മൂന്ന്. മനസ്സിലായി? രണ്ടും മൂന്ന് എന്താണ്? ദാലായി വന്നു. അപ്പൊ എന്താണ്? ഒരേ ജിൻസിൽപ്പെട്ട അക്ഷരമാണ്. മനസ്സിലായോ? ഒരേ ജിൻസിൽപ്പെട്ടതാണ് ഏത്? ഈ ദാലും ഈ ദാലും ഒരേ ജിൻസ് അല്ലേ? അപ്പൊ ഈ രണ്ടാമത്തെ അക്ഷരവും മൂന്നാമത്തെ അക്ഷരവും ആയി മാറി എന്ത്? ഒരേ വർഗത്തിൽപ്പെട്ട അക്ഷരമായി വന്നു. അതേതാ? ദാല്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യും? രണ്ടിനെയും ഇരട്ടിപ്പിച്ചു. അപ്പൊ എന്ത് വായിച്ചു? അദ്ദ. മനസ്സിലായോ? അദ്ദർ റായി അനമഹു, അദ്ദർ റായി, അദ്ദ എണ്ണുക, അദ്ദർ റായി, റായി എണ്ണി, ആട്ടിടയൻ എണ്ണി, അനമഹു തന്റെ ആടുകളെ, ആട്ടിടയൻ എണ്ണി. ഇനി ഫറ. ഫറ, ഫറ എന്ന് പറഞ്ഞാൽ ഓടുക, ഫറ. അപ്പൊ എന്താണ്? ഇതിന്റെ അസ്ലിയ പദം എടുത്ത് നോക്കുമ്പോ മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തേലും മൂന്നാമത്തേലും എന്തായി? റാ ആയി വന്നു. മനസ്സിലായോ? അപ്പൊ രണ്ടിനെയും കൂടി എന്താക്കി? രണ്ടിനെയും രണ്ടാമത്തെ അർഫിനെയും മൂന്നാമത്തെ അർഫിനെയും കൂടി കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ എന്തായി? ഇരട്ടിപ്പിച്ചു. മനസ്സിലായോ? അതിനെ രണ്ടിനെയും കൂടി ഇരട്ടിപ്പിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഫറ എന്നായി. ഫറ ഓടുക. ഫറ ആര്? ഫറ സിജ്ജീനും, തടവ് പുള്ളി എന്ത് ചെയ്തു? ഓടി. മനസ്സിലായോ? ഫറ സിജ്ജീനും, തടവ് പുള്ളി റിസൾട്ട് എന്ത് ചെയ്തു? ഓടി. ഇനി ശദ്ദൽ വലതു ഹബല, ഹബല. മനസ്സിലായോ? ശദ്ദ, ശദ്ദ, ശദ്ദതായി ശദദ എന്നാണ് അസ്ലി. മനസ്സിലായോ? ശദദ. അപ്പൊ എന്ത് ചെയ്തു? അതിൽ നിന്നും രണ്ടും ഒരേ ജിൻസിൽപ്പെട്ട അർഫായി വന്നു. ഏതൊക്കെ? രണ്ട് ദാലുകൾ, ശദദ. മനസ്സിലായോ? ഷീന്, ദാല്, ദാല്. അപ്പൊ ഈ രണ്ട് ദാലുകൾ എന്തായി? രണ്ടാമത്തേതും മൂന്നാമത്തെ ദാലുകൾ എന്തായി? ഒരേ അർഫിൽപ്പെട്ടതായി വന്നു. അപ്പൊ രണ്ടിനെയും കൂടി ഇരട്ടിപ്പിച്ചു. അപ്പൊ എന്തായി? ശദ്ദായി. മനസ്സിലായോ? അതിനൊക്കെ പറയുന്ന പേരാണ് ഇരട്ടിപ്പിക്കപ്പെട്ടത്. അപ്പൊ മഹ്മൂദിനെ കുറിച്ചും മുദഅഫിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സാലിം. മനസ്സിലായോ? സാലിം എന്ന് പറഞ്ഞാല് മാ ഒന്നാണ്, കാന ആ ഒന്ന് ആയിരിക്കുന്നു, ഖാലിയം മിന തളരീഫി വൽ ഹംസതി, ഹംസിൽ നിന്നും തളരീഫിൽ നിന്നും ഒഴിഞ്ഞു മാറിയതായിരിക്കുന്നു, രക്ഷപ്പെട്ടതായിരിക്കുന്നു. മനസ്സിലായോ? തളരീഫിൽ നിന്നും പിന്നെ ഹംസിൽ നിന്നും ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഒഴിഞ്ഞതായിരിക്കുന്നു. അങ്ങനെയുള്ള ഒന്നിനിക്ക് പറയുന്ന പേരാണ് സാലിം, രക്ഷപ്പെട്ടത്. എന്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്? മിനൽ ഹംസതി വത്തളരീഫി, തളരീഫിൽ നിന്നും ഹംസയിൽ നിന്നും മഹ്മൂസാവലിൽ നിന്നും മുദാഫാവലിൽ നിന്നും രക്ഷപ്പെട്ട ഒന്നിനിക്ക് പറയുന്ന പേരാണ് സാലിം, രക്ഷപ്പെട്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സാലിമിനുള്ള ഉദാഹരണം സാലിം. മൂന്നാമത്തെ സ്വഹീഹിൽ നിന്നുള്ള മൂന്നാമത്തെ ഇനമായ സാലിം. സാലിമിന്റെ ഉദാഹരണം ശരിബൽ വലതു അല്ലബന, ശരിബ, ശരിബ കുടിച്ചു, ശരിബൽ വലതു അല്ലബന, കുട്ടി പാല് കുടിച്ചു. അപ്പൊ ശരിബ
ഷീന് സ്വഹീഹായ പദം, റാവ് സ്വഹീഹായ പദം, ബാ സ്വഹീഹായ പദം. പിന്നെ എന്തുമായി ഇതിൽ നിന്നും ഒരു ഹാർഫ് മൂന്ന് ഹാർഫ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തില്ല? അതില് ഹംസ് ഉണ്ടോ? ഹംസില്ല. പിന്നെ തദരീഫ് ഉണ്ടോ? തദരീഫും ഇല്ല. മനസ്സിലായോ? തദരീഫും ഇല്ല, ഹംസും ഇല്ല. അപ്പൊ എന്തായിരുന്നു? സാലിം. ഈ രണ്ടെണ്ണത്തിൽ നിന്നും രക്ഷപ്പെട്ടതായതുകൊണ്ട് അതിനൊക്കെ എന്ത് പറയുന്നു? സാലിം എന്ന പേര് പറയുന്നു. രക്ഷപ്പെട്ടത്. എന്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്? തദരീഫി വൽ ഹംസത്തി. ഹംസിൽ നിന്നും തദരീഫിൽ നിന്നും രക്ഷപ്പെട്ടത്. രണ്ടാമത്തെ ഉദാഹരണം കസറ അലിയുൻ അല ഉസ്ന. കസറ പൊട്ടിച്ചു. മനസ്സിലായോ? കസറ കാഫ് സീന് റാ. ഇത് മൂന്ന് എടുത്തു നോക്കി എന്താണ്? അസ്ലിയായതാണ്, മുഅ്തലില്ല. അപ്പൊ അത് പിന്നെ എന്തിൽ നിന്നും രക്ഷപ്പെട്ടതാവുമോ? ഹംസ് ഉണ്ടോ? ഹംസ് ഇല്ല. അപ്പൊ പിന്നെ എന്തിൽ നിന്നും രക്ഷപ്പെട്ടു? ഈ ഷദ് കസറമാണ്. അസ്ലിയായ പദം അല്ല. മനസ്സിലായോ? അപ്പൊ ഷദ്ദിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പൊ എന്താണ്? കസ്സാന്നല്ലോ. അപ്പൊ രണ്ടാമത്തെ പദം മൂന്നാമത്തെ പദം ഒരേ അർത്ഥപ്പെട്ടതല്ല. അങ്ങനെ ഷദ്ദിൽ നിന്നും തദരീഫിൽ നിന്നും അത് രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആയപ്പോൾ അതെന്തായി? സാലിമിൽ പെട്ടു. കസറ അലിയുൻ അല ഉസ്ന. കൊമ്പ് അലി മുറിച്ചു, പൊട്ടിച്ചു. അറഫ തബീബു അദ്ദാ. അറഫ അറിഞ്ഞു. അപ്പൊ ഇതുകൊണ്ടാണ് തദീബ ഈ മൂന്നിൽ രണ്ടിൽ നിന്നും രക്ഷപ്പെട്ടതായിരുന്നു. അപ്പൊ എന്തായി? അത് സാലിമായി മാറി. മനസ്സിലായി? അറഫ തബീബു അദ്ദാ. രോഗമാര് ഡോക്ടർ രോഗം മനസ്സിലാക്കി അറിഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞു? സഹീഹിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പൊ സ്വഹീഹ് മൂന്ന് വിധം. മനസ്സിലായി? സ്വഹീഹ് എന്ന് പറഞ്ഞാല് അതിലെ അസ്ലിയ പദങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോ എന്താണ്? മുഅ്തലിൽ നിന്നും ഒഴിവായതായിരിക്കും, രക്ഷപ്പെട്ടതായിരിക്കും. അത് മൂന്ന് വിധം. സാലിമ്, മുഅ്തൽ, സാലിമ്, മഹ്മൂസ്, മുദാഅഫ്. അപ്പൊ സാലിമിനെ കുറിച്ചും മുഅ്തൽ മഹ്മൂസിനെ കുറിച്ചും പിന്നെ മുദാഅഫിനെ കുറിച്ച് നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ്? മുഅ്തൽ. ഇനി മുഅ്തൽ എന്ന് പറഞ്ഞാൽ ഫിഅലുൽ മുഅ്തൽ, മുഅ്തലായ ഫിഅല് എന്ന് പറഞ്ഞാൽ അൽ ഫിഅലുൽ മുഅ്തൽ ഹുവ അത് മാ ഒന്നാണ്. കാന ബഅദു ഹുറൂഫിൽ അസ്ലിയതി മിൻ അഹ്റുഫിൽ ഇല്ല. മാ ഒന്നാണ്. കാന ഹുവ അൽ ഫിഅലുൽ മുഅ്തൽ എന്ന് പറഞ്ഞാൽ ഹുവ അതാവുന്നത് മാ ഒന്നാണ്. കാന ബഅദു ഹുറൂഫിൽ അസ്ലിയതി ആ ഫിഅലിൽ നിന്നുള്ള ഹർഫുകളിൽ, അസ്ലിയായ ഹർഫുകളിൽ നിന്നുള്ള ചിലത് ആയി. മാ ഒന്നാണ്. കാന ആയിരിക്കുന്നു. ബഅദു ഹുറൂഫിഹി ആ ഹർഫുകളിൽ നിന്ന് ചിലത് ഏതെങ്കിലും ഒന്ന് ആയിരിക്കുന്നു. എങ്ങനത്തെ ഹർഫുകൾ? അൽ അസ്ലിയതി അസ്ലിയായ ഹർഫുകളിൽ നിന്നുള്ള ചിലത് ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? മിൻ അഹ്റുഫിൽ ഇല്ല, ഇല്ലത്തിന്റെ അക്ഷരങ്ങളിൽ പെട്ടതായിരിക്കുന്നു. അതേതാ അക്ഷരങ്ങൾ? അലിഫ്, വാവ്, യാ. മനസ്സിലായോ? ഈ അക്ഷരങ്ങളാണ് എന്ത്? മുഅ്തലിന്റെ അക്ഷരങ്ങൾ. ഈ അഥവാ മാ കാന ഒന്ന് ആയിരിക്കുന്നു. എന്താണ് ആ ഒന്ന്? മാ ഒന്ന് കാന ആയിരിക്കുന്നു. എന്ത്? ബഅദു ഹുറൂഫിൽ അസ്ലിയതി ആ ഫിഅലിൽ നിന്നുള്ള അസ്ലിയായ പദങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിലെ അസ്ലിയായ പദങ്ങൾ ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? മിൻ അഹ്റുഫിൽ ഇല്ല, ഇല്ലത്തിന്റെ ഈ മൂന്ന് അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കുന്നു. ഏത്? ആ ഫിഅലിൽ നിന്നുള്ള അസ്ലിയായ പദം. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ അസ്ലിയായ പദം മുഅ്തൽ ആയാൽ, ഏതെങ്കിലും ഒന്ന് മുഅ്തൽ ആയാൽ അതിലേക്ക് പറയുന്ന പേരാണ് ഫിഅലുൽ മുഅ്തൽ എന്നുള്ളത്. വഹു അൻവാഉൽ ഖംസത്ത്. അത് എത്ര ഇനമാകുന്നു? 5 ഇനമാകുന്നു. മുഅ്തലായ ഫിഅൽ എത്ര ഇനമാകുന്നു? 5 ഇനമാകുന്നു. അപ്പോ ഒന്നാമത്തേത് മിസാൽ. മിസാൽ എന്ന് പറഞ്ഞാൽ മാ ഒന്ന്. കാന അവ്വലുഹു ഹർഫ ഇല്ലത്തി. മാ ഒന്ന്. കാന അവ്വലുഹു ആ ഹർഫിൽ നിന്നുള്ള ഇല്ലത്തിന്റെ അക്ഷരമായിരിക്കും എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് ഇല്ലത്തിന്റെ ഹർഫായിരിക്കുന്നു. അങ്ങനെ ഇല്ലത്തിന്റെ ഏതെങ്കിലും ഒന്നല്ല. ഇവിടെ എന്ത്? ആ ഹർഫുകളിൽ നിന്നുള്ള ഇല്ലത്തിന്റെ അക്ഷരം എന്തായിരിക്കുന്നു? ഒന്നാമത്തേതായിരിക്കുന്നു. മാ ഒന്നായിരിക്കുന്നു. കാന അവ്വലുഹു ആ അതിലെ ഹർഫുകളിൽ നിന്നുള്ള ഒന്നാമത്തേത് ആയിരിക്കുന്നു. മനസ്സിലായോ? മാ കാന അവ്വലുഹു ആ ഹർഫിൽ നിന്നുള്ള ആ ഫിഅലിന്റെ ഒന്നാമത്തേത് ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? ഹർഫ ഇല്ലത്തി. ആ ഫിഅലിന്റെ ഒന്നാമത്തെ ഹർഫ് ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? ഹർഫ ഇല്ലത്തി. ഇല്ലത്തിന്റെ ഹർഫായിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന്. മനസ്സിലായോ? ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്നായിരിക്കുന്നു. എന്ത്? ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മുഅ്തലിന്റെ ഹർഫായിരിക്കുന്നു അതിലെ ഒന്നാമത്തേത്. ഈ
തുടങ്ങുന്നത് എങ്കിൽ അതിനിക്ക് പറയുന്ന പേരാണ് മിസാൽ എന്നുള്ളത്. അപ്പൊ മിസാൽ എന്ന് പറഞ്ഞാല് മാ ഒന്ന് കാന അവ്വലുഹു ആ ഫിഅലിന്റെ ഒന്നാമത്തേത് ആയിരിക്കും, ഒന്നാമത്തെ ഹർഫായിരിക്കും എന്ത് ഹർഫ ഇല്ലത്തിന്റെ അക്ഷരമായിരിക്കുന്നു. ഉദാഹരണത്തിന് നമുക്ക് പോവാം. ഇനി വസബ വസബ നമ്മള് മുത്തലിന്റെ അക്ഷരങ്ങൾ ഏതാ പറഞ്ഞത്? അലിഫ് വാവ് യാ ഈ മൂന്നെണ്ണായിരിക്കും മുത്തലിന്റെ അക്ഷരങ്ങൾ. മനസ്സിലായോ? അപ്പോ ഏതെങ്കിലും ഒരു ഫിഅൽ എടുക്കുക, എന്നിട്ട് അതിലുള്ള അസ്ലിയായ പദങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ മുത്തലിൽ നിന്നുള്ള ഏതെങ്കിലും അക്ഷരമാണ് അതിലെ ഒന്നാമത്തെ ഹർഫ്. ആ ഹർഫ് കൊണ്ടാണ് ഫിഅൽ തുടങ്ങുന്നത്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ അതിലേക്ക് പറയുന്ന പേരാണ് മുഅത്തലായ ഫിഅൽ എന്നുള്ളത്. മനസ്സിലായോ? മുഅത്തലായ ഫിഅലിനോടൊപ്പം അത് എന്തുമാണ്? മിസാലും ആവുന്നു. മിസാലാണെങ്കിൽ അത് മുഅത്തലായിരിക്കും. അപ്പൊ ഈ മുഅത്തലിന്റെ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന അസ്ലിയായ പദം എന്തായിരിക്കുന്നു? അസ്ലിയായ പദം ഒന്നാമത്തേത് വരികയാണെങ്കിൽ അതിലേക്ക് പറയുന്ന പേരാണ് മിസാൽ. മനസ്സിലായോ? ഇവിടെ എന്തൊന്നു വാവ് കൊണ്ടാണ് തുടങ്ങിയത്. വാവ് എന്തിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്? മുഅത്തലിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. അലിഫ് വാവ് യാ അല്ലേ? അപ്പൊ അതെന്താണ്? വസബ. ഇത് അസ്ലിയായ പദമാണ്. അസ്ലിയായ പദം ഇവിടെ തുടങ്ങിയത് എന്താണ്? വാവ് കൊണ്ടാണ്. വാവത്തിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്, മുഅത്തലിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതിലേക്ക് പറയുന്ന പേരാണ് മിസാൽ. അപ്പൊ വസബൻ നമീറു പുലി ചാടി, പുലി ചാടി. മനസ്സിലായോ? വസബ ചാടുക. ഇനി വജദ ഹസനുൻ കിതാബഹു വജദ എത്തിച്ചു, വജദ എത്തിച്ചു. അപ്പൊ വാവ് എന്തിൽപ്പെട്ടതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുഅത്തലിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ് ഏത്? ഈ വാവ്. ഈ വാവ് കൊണ്ട് അസ്ലിയായ ഈ അക്ഷരത്തിലിരുന്നു. ഈ വാവ് എന്തിൽപ്പെട്ടു? മുഅത്തലിന്റെ പദമായ വാവ്. വാവ് കൊണ്ടാണ് ഇവിടെ കലിമത്ത് തുടങ്ങിയത്, പദം തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ ഇതിലേക്ക് പറയുന്ന പേര് മിസാൽ. കാരണം മുഅത്തലിന്റെ അക്ഷരമായ വാവ് കൊണ്ട് വസബ എന്ന പദം തുടങ്ങി. മനസ്സിലായോ? വജദ എന്ന പദവും തുടങ്ങി. പിന്നെ വഹബ വഹബ വഹബനി എനിക്ക് ഔദാര്യമായി നൽകി, ദാനമായി നൽകി. ആര്? അബി എന്റെ വാപ്പ ദാനമായി നൽകി. എന്തിനെ? സഅതൻ ഒരു വാച്ച്. ഒരു വാച്ച് എനിക്ക് ഉപ്പ സമ്മാനമായി നൽകി. ഇവിടെ വഹബ. മനസ്സിലായോ? വഹബ. അപ്പൊ ഈ വാവത്തിൽപ്പെട്ടു, മുഅത്തലിൽപ്പെട്ടു. മുഅത്തലിൽപ്പെട്ട ഈ വാവ് കൊണ്ട് എന്ത് ചെയ്തു? ഈ ഹർഫ് ഈ ഫിഅൽ തുടങ്ങിയപ്പോൾ അതിലേക്ക് എന്ത് പറയുന്നു? മിസാൽ എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ, അപ്പൊ മിസാലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് അൽ അജ്വഫ്. അജ്വഫ് രണ്ടാമത്തേത് അൽ അജ്വഫ്. അജ്വഫ് എന്ന് പറഞ്ഞാൽ മാ കാന വസതുഹു അതിലെ നടുവിലെ അക്ഷരമായി. മാ കാന വസതുഹു അതിലെ മാ ഒന്ന് കാന ആയിരിക്കുന്നു, വസതുഹു ആ ഫിഅലിന്റെ നടുവായിരിക്കുന്നു. മനസ്സിലായോ? ആ ഫിഅലിന്റെ നടുവായിരിക്കുന്നു. എന്ത്? ഹർഫ ഇല്ലത്തിന്റെ ഹർഫായിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഫിഅലിന്റെ നടു മധ്യമായിരിക്കുന്നു. എന്ത്? ഹർഫ ഇല്ലത്തിന്റെ ഹർഫായിരിക്കുന്നു. അങ്ങനെയുള്ള ഫിഅലിന് പറയുന്ന പേരാണ് എന്ത്? അജ്വഫ് എന്നുള്ളത്. അപ്പൊ അജ്വഫ് മാ ഒന്നായിരിക്കുന്നു, കാന വസതുഹു ആ ഫിഅലിന്റെ നടുഭാഗമായിരിക്കുന്നു. എന്ത്? ഹർഫ ഇല്ലത്തിന്റെ ഹർഫായിരിക്കുന്നു. അങ്ങനെ നടുഭാഗം ഇല്ലത്തിന്റെ ഹർഫായതിന് പറയുന്ന പേര് അജ്വഫ്. ഇനി അജ്വഫിനുള്ള ഉദാഹരണം നാല. അജ്വഫ് നാല. പിന്നെ രണ്ടാമത്തെ ഉദാഹരണം നാല എത്തിക്കുക. നാലൽ മദ്ലൂമു ഹഖഹു. നാലൽ മദ്ലൂമു മദ്ലൂം എത്തിച്ചു. എന്റെ ഹഖഹു അവന്റെ അവകാശത്തെ എത്തിച്ചു. മനസ്സിലായോ? ആക്രമിക്കപ്പെട്ടവൻ അവന്റെ അവകാശം എത്തിച്ചു. അവനുള്ള ആക്രമിക്കപ്പെട്ടവന്റെ അവകാശമാണ്. അപ്പൊ അതെന്ത് ചെയ്തു? അവൻ എത്തിച്ചു. ഇനി മാലൽ ജിദാറു ചുമര് ചെരിഞ്ഞു. പിന്നെ നാമസ്വബിയു കുട്ടി ഉറങ്ങി. നാമസ്വബിയു ഇവിടെ എന്താണ്? ഇവിടെ മൂന്ന് പേരുണ്ട്. ഒന്ന് നൂന്, പിന്നെ ഹലിഫ്, പിന്നെ ലാം, പിന്നെ ഇവിടെ അതേപോലെ മൂന്ന്, ഇവിടെയും മൂന്ന്. ഇതിലുള്ള രണ്ടാമത്തെ വസത്ത് എന്തായി? മാല, നാമ, പിന്നെ നാല. ഇതിലുള്ള വസത്ത് എന്ത് ചെയ്യും? പേരുകളുടെ വസത്ത് എന്ത് ചെയ്തു? എന്തിൽപ്പെട്ടതായി? ഈ അലിഫ് വാവിയാണ്. ഈ മുഅത്തലിന്റെ അക്ഷരമായ അലിഫ് വാവിയാണിൽപ്പെട്ട അലിഫായി വന്നു. ഏത്? ഫിഅലിന്റെ തുടക്കത്തിൽ നടുവിലെ അക്ഷരം. മനസ്സിലായോ? അപ്പൊ നടുവിലെ അക്ഷരം എന്ത് ചെയ്തു? ഈ അലിഫായി വന്നപ്പോൾ അതെന്തായി മാറി? അജ്വഫായി മാറി. അജ്വഫ് എന്നാണ് ഉള്ളിൽ കൊള്ളാം. മനസ്സിലായോ? അപ്പുറം ഇപ്പുറം നല്ല സ്വഹി ഉണ്ടെങ്കിലും ഉള്ളിൽ എന്താണ്? അത് ബലഹീനമായ മുഅത്തലിന്റെ അക്ഷരമാണ്. മനസ്സിലായോ? അപ്പൊ ഈ നടുവിലെ അക്ഷരം എന്തായി വന്നു? ഈ അലിഫായി വന്നാൽ അതിലേക്ക് പറയുന്ന പേരാണ് അജ്വഫ് എന്നുള്ളത്. അപ്പൊ നാലൽ മദ്ലൂമു ഹഖഹു ആക്രമിക്കപ്പെട്ടവൻ അവന്റെ അവകാശമായ നീതി എത്തിച്ചു.
മാലൽ ജിദാറു ചുമർ ചെരിഞ്ഞു. നാമസുബിയു കുട്ടി ഉറങ്ങി. അപ്പൊ ഇവിടെയൊക്കെ അജ്വഫ് അതിലേക്ക് നടുവിലെടുത്ത അക്ഷരം എന്തായപ്പോൾ ഈ മുത്തലിന്റെ അക്ഷരത്തിൽപ്പെട്ട അക്ഷരമായപ്പോൾ അതിലേക്ക് എന്ത് പേര് പറയപ്പെട്ടു? അജ്വഫ് എന്ന പേര് നൽകി. ഇനി നാക്കിസ് എന്ന് പറയുന്നത് മാകാന ആഹിറുഹു ആ ഫിഅലിന്റെ അവസാനത്തെ അക്ഷരമായി മാകാന ആഹിറുഹു അതിലെ അവസാനത്തെ അക്ഷരമായി മാകാന ആഹിറുഹു ആ ഫിഅലിന്റെ അവസാനത്തെ അക്ഷരമായി എന്തായി? ഹർഫ ഇല്ലത്തിന്റെ അക്ഷരമായി വന്നു. ഫിഅലിന്റെ അവസാനത്തെ അക്ഷരം. അപ്പൊ നമ്മള് തുടക്കത്തിലെ അക്ഷരത്തെ കുറിച്ച് പറഞ്ഞു, അതിലേക്ക് മിസാൽ എന്ന പേര് പറയും. അതിലെ നടുവിലത്തെ അക്ഷരം ഹർഫ ഇല്ലത്താണെങ്കിൽ അതിലേക്ക് അജ്വഫ് എന്ന പേര് പറയും. ഇനി മൂന്നാമത്തേത് എന്തായി വന്നു? അതിലെ അക്ഷരം ഇല്ലത്തിന്റെ ഹർഫായി വന്നാൽ അതിലേക്ക് നാക്കിസ് എന്ന പേരും പറയുന്നു. അപ്പോ നാക്കിസിന് ഉദാഹരണമാണ് എന്ത്? റമ അല്ലെങ്കിൽ ഖശിയ. മനസ്സിലായി? പിന്നെ ഖശിയ, റമ, പിന്നെ സർവ. അപ്പൊ ഇവിടെയൊക്കെ വാവ്, യാ, അലിഫ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്തായിരുന്നു? നാക്കിസായി വന്നു. കാരണം എന്താ? ഇതിലെ മൂന്നാമത്തെ അക്ഷരം. ഇവിടെ നമ്മൾ രണ്ടാമത്തെ അക്ഷരത്തെ കുറിച്ച് പറഞ്ഞു, ഇവിടെ ഒന്നാമത്തെ അക്ഷരത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ മൂന്നാമത്തെ അക്ഷരം എന്തായി വന്നു? ഈ മുതലിന്റെ അക്ഷരത്തിൽപ്പെട്ട അക്ഷരങ്ങളായി വന്നു. റമ എറിഞ്ഞു, ഖശിയ ഭയപ്പെട്ടു, സർവ അങ്ങനെയുള്ള സർവൽ മുഹദ്ദബു സർവൽ ചെയ്തു ഉദാരനായി. മനസ്സിലായോ? സർവൽ മുഹദ്ദബു സംസ്കരിക്കപ്പെട്ടവൻ ഉദാരമതിയായി. സർവ ഉദാരമതിയായി. അപ്പൊ ഖശിയൽ റമൽ ലായിബു ഖുറത റമ എറിഞ്ഞു. അപ്പൊ ഈ റമ എന്ന അലിഫ് എന്തിൽപ്പെട്ടു? മുതലിന്റെ അക്ഷരത്തിൽപ്പെട്ടു. ഖശിയ യാ എന്തിൽപ്പെട്ടു? മുതലിന്റെ അക്ഷരത്തിൽപ്പെട്ടു. സർവയിലെ വാവ് എന്തിൽപ്പെട്ടു? ഈ മുതലിന്റെ അക്ഷരത്തിൽപ്പെട്ടു. അപ്പൊ ഈ മുതലിന്റെ അക്ഷരത്തിൽപ്പെട്ട അക്ഷരങ്ങളെല്ലാം എവിടെയായി വന്നു? മൂന്നാമത്തെ അക്ഷരമായി വന്നപ്പോൾ അതിലേക്ക് നാക്കിസ് എന്ന പേരും പറയുന്നു. ഇനി അപ്പൊ റമല്ലായിബു കളിക്കാരൻ പന്തെറിഞ്ഞു. ഖശിയൻ നാക്കിസു റബ്ബഹു ത്യാഗി സന്യാസി. നാസിക് എന്ന് പറഞ്ഞാല് സന്യാസി. ഖശിയൻ നാസികു റബ്ബഹു തന്റെ റബ്ബിനെ സന്യാസി ഭയപ്പെട്ടു. സർവൽ മുഹദ്ദബു ഉദാരവനായി ആര്യാൽ മുഹദ്ദബു ആത്മസംസ്കരണം ലഭിച്ചവൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ മൂന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് പറയാനുണ്ട്. അതും കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. മനസ്സിലായോ? അപ്പൊ ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല. അതേതാണ് നമുക്ക് നോക്കാം. ഇനി ലഫീഫ് മക്റൂനും ലഫീഫ് മഫ്റൂഖും ആണുള്ളത്. ലഫീഫ് മഫ്റൂഖും ലഫീഫ് മക്റൂനും. ലഫീഫ് മഫ്റൂഖ് ലഫീഫ് മഫ്റൂഖും ഉണ്ട്, ലഫീഫ് മക്റൂനും ഉണ്ട്. മനസ്സിലായോ? ലഫീഫ് മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ മാകാന അവ്വലുഹു ആഖിറുഹു ഹർഫൈ ഇല്ലത്തി. മനസ്സിലായോ? മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ എന്താ? വിട്ടുപിരിക്കപ്പെട്ടത്. അപ്പൊ ഓർക്കുക, മാകാന മാ ഒന്ന്, കാന അവ്വലുഹു ആ പേരിന്റെ ഒന്നാമത്തേത് ആയി. മാകാന അവ്വലുഹു ഒന്നാമത്തെ അക്ഷരമായി. പിന്നെ എന്തുമായി? ആഖിറുഹു രണ്ടാമത്തേതുണ്ടോ? രണ്ടാമത്തേതില്ല. മനസ്സിലായോ? പിന്നെ ആഖിറുഹു മൂന്നാമത്തെ അക്ഷരം അല്ലെങ്കിൽ അവസാനത്തെ അക്ഷരമായി എന്തായി വന്നു? ഹർഫൈ ഇല്ലത്തി രണ്ടും എന്തിന്റെ അക്ഷരമായി വന്നു? അലിഫ് വാവ് യാ എന്നീ മുത്തലിന്റെ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും രണ്ട് അക്ഷരമായി. ഏത്? ഇതിലെ രണ്ട് അക്ഷരങ്ങൾ, ഒന്നാമത്തേത് അല്ലെങ്കിൽ അതിലെ ലാസ്റ്റ് അക്ഷരം. മനസ്സിലായോ? ലാസ്റ്റ് അക്ഷരം അസ്ലീയായ അക്ഷരങ്ങളിൽ നിന്നുള്ള ഒന്നാമത്തേതും മൂന്നാമത്തേതും ആയി എന്തായി വന്നു? ഹർഫൈ ഇല്ലത്തി ഇല്ലത്തിന്റെ രണ്ട് അക്ഷരങ്ങളായി വന്നു. അപ്പൊ എന്തെങ്കിലും രണ്ടിന്റെ ഒന്നാമത്തേത് ലാസ്റ്റ്. അപ്പൊ എന്തെങ്കിലും നടുവിലക്ഷരം എന്തായി? അവിടെ വേറെ സ്വഹീഹായ പദമായിരിക്കും വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടിനെയും എന്ത് ചെയ്തു? വിട്ടുപിരിക്കപ്പെട്ടു. അപ്പൊ അതിലേക്ക് പേര് പറയപ്പെടുന്ന പേരാണ് ലഫീഫ് മഫ്റൂഖ്. മനസ്സിലായോ? മഫ്റൂഖ് എന്നാണ് വിട്ടുപിരിക്കപ്പെട്ടത്. ഇവിടെ എന്ത് ചെയ്തു? ഇത് മൂത്തല്, ഇത് മൂത്തല്. ഇവിടെ എന്തായി? സ്വഹീഹായ വേറൊരാൾക്ക് വന്നു. മനസ്സിലായോ? അപ്പൊ രണ്ടിന്റെ ഇടയിൽ വിട്ടുപിരിക്കപ്പെട്ടല്ലോ. അപ്പൊ അതിലേക്ക് പേര് പറയപ്പെടുന്ന പേരാണ് ലഫീഫ് മഫ്റൂഖ് എന്നുള്ളത്. അപ്പൊ അതിലേക്കുള്ള ഉദാഹരണം നമുക്ക് നോക്കാം. ലഫീഫ് മഫ്റൂഖ് മുജിദ്ദു ദർസഹു. മനസ്സിലായോ? മനപ്പാഠമാക്കി. അൽ മുജിദ്ദു പരിശ്രമിക്കുന്നവൻ മനപ്പാഠമാക്കി. ദർസഹു നമുക്ക് ഇവിടെ മനസ്സിലായോ?
മൂത്തലിന്റെ അക്ഷരം മനസ്സിലായോ? അലിഫും വാവും മൂത്തലിന്റെ അക്ഷരത്തിൽപ്പെട്ട അക്ഷരങ്ങളാണ്. അപ്പൊ ഒന്നാമത്തേതും മൂന്നാമത്തേതും എന്തായി വന്നു? മൂത്തലിന്റെ അക്ഷരമായി വന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഈ അക്ഷരം സ്വഹീഹായി വന്നു. അപ്പൊ ഇത് സ്വഹീഹായി വന്നതുകൊണ്ട് രണ്ടിന്റെയും ഇടയിൽ എന്ത് ചെയ്തു? ഗ്യാപ്പ് വന്നു, വെട്ടിപിരിക്കപ്പെട്ടു. അപ്പൊ അതിന് പേര് പറയപ്പെടുന്ന പേരാണ് ലഫീഫ് മഫ്റൂഖ് എന്നുള്ളത്. മനഃപ്പാഠമാക്കിയാൽ പരിശ്രമശാലി തന്റെ പാഠങ്ങൾ മനഃപ്പാഠമാക്കിയിരിക്കുന്നു. പിന്നെ വഫസ്വദീഖു കൂട്ടുകാരൻ കരാറ് പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചു, മനസ്സിലായോ? വഫ രണ്ടും എന്തായിരുന്നു? ഒന്നും മൂന്നും മൂത്തലിന്റെ അക്ഷരമായി വന്നു. പിന്നെ സംരക്ഷിച്ചു. കിതാബിനെ കിതാബിനെ എന്താകുന്നു? സംരക്ഷിക്കുന്നു. കേടുപാടൊന്നും പറ്റാതെ പേജിന് കോട്ടം വരുത്താതെ കിതാബിനെ സംരക്ഷിക്കുന്ന ഒരു സാധനമാണ്, ഒരു വസ്തുവാണ് ചട്ട. മനസ്സിലായോ? അതിന്റെ ഗുണം ഭാഗം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? വാവ് കാഫ്. മനസ്സിലായോ? അപ്പൊ ഇതും മൂത്തല് വന്നു. ഇതെന്തായി? ഈ രണ്ടാമത്തെ അക്ഷരം എന്തായിരുന്നു? സ്വഹീഹായി വന്നു. കാഫ് സ്വഹീഹിന്റെ അക്ഷരമാണ്. അപ്പൊ രണ്ടിന്റെ ഇടയിൽ വെട്ടിപിരിക്കപ്പെട്ടു. അപ്പൊ ലഫീഫ് മഫ്റൂഖിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ലഫീഫ് മക്റൂനെ കുറിച്ച് നമുക്ക് പറയണം. ലഫീഫ് മക്റൂന് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. കാല വസതുഹു ആഖിറുഹു ഹർഫൈൻ ഇല്ലത്തി. ഒന്നായിരിക്കുന്നു. കാല വസതുഹു അതിലെ നടുവിലെ അക്ഷരമായി, ആഖിറുഹു അതിലെ മൂന്നാമത്തെ അവസാനത്തെ അക്ഷരവുമായി എന്തായി? ഹർഫൈൻ ഇല്ലത്തി. ഇല്ലത്തിന്റെ രണ്ട് അക്ഷരങ്ങളായി വന്നു. മനസ്സിലായോ? ഇല്ലത്തിന്റെ രണ്ട് അക്ഷരങ്ങളായി വന്നു. അതിലെ രണ്ടാമത്തേതും മൂന്നാമത്തേതും. അതപ്പോ മക്റൂൻ അടുപ്പിക്കപ്പെട്ടത്. മനസ്സിലായോ? അടുത്ത് വന്നത്. ഏതൊക്കെ? ഈ രണ്ടും മൂന്നും അടുത്ത് വന്നു. അപ്പൊ അതിലേക്ക് പേര് പറയപ്പെടുന്ന പേരാണ് ലഫീഫ് മക്റൂൻ എന്നുള്ളത്. ലഫീഫ് മക്റൂനിക്കുള്ള ഉദാഹരണം നമുക്ക് നോക്കാം. തൊവൽ കിതാബ്, തൊവൽ കാത്തിബു അലിസാലത്ത. തൊവ ചുരുട്ടി. മനസ്സിലായോ? തൊവൽ കാത്തിബു എഴുത്തുകാരൻ ചുരുട്ടി. ആരെ? റിസാലത്ത കത്ത് ചുരുട്ടി വെച്ചു. മനസ്സിലായോ? കത്ത് ചുരുട്ടി വെച്ചു. ആരെ? കത്ത് എഴുതിയ ആള് കത്ത് ചുരുട്ടി വെച്ചു. അപ്പൊ നമുക്കിവിടെ ചുരുട്ടിയാൽ നമ്മുടെ വിഷയം എന്താണ്? ഇവിടെ സ്വഹീഹായ പദമാണ്. അപ്പൊ ഇവിടെ വന്നത് എന്താണ്? വാവും യാവും. അപ്പൊ ഇത് രണ്ടായി മൂത്തലിന്റെ അക്ഷരമായി വന്നു. അപ്പൊ രണ്ടാമത്തേതും മൂന്നാമത്തേതും അടുത്ത് വന്നപ്പോൾ അതിലേക്ക് എന്ത് പേര് പറയപ്പെടുന്നു? ലഫീഫ് മക്റൂൻ എന്ന പേര് പറയുന്നു. ഇനി ഓടിയിടുക. മനസ്സിലായോ? ചെന്നായ ഓടിയിടുക. അപ്പൊ ഇവിടെ സ്വഹീഹായ പദം ഒന്നാമത്തേത് വന്നു. പക്ഷെ രണ്ടും മൂന്നും എന്തായി? രണ്ടും മൂന്നും ഈ നമ്മുടെ ഹർഫേ ഇല്ലത്തായി വന്നപ്പോൾ അതിലേക്ക് ലഫീഫ് മക്റൂൻ എന്ന പേര് പറയുന്നു. പിന്നെ ഏത്? ലവൽ ഹദ്ദാദു അൽ ഹദീദ. ലവ ചുരുട്ടുക. മനസ്സിലായോ? ലവ ചുരുട്ടുക, പിരിക്കുക. ലവ പിരിക്കുക. അൽ ഹദ്ദാദു ഹദ്ദാദ് പിരിച്ചു. എന്തിനെ? ലവ. അപ്പൊ ഈ ലവ എന്നത് എന്തായി? എന്തായി? സ്വഹീഹായ പദമാണ്. പിന്നെ സ്വഹീഹായ അക്ഷരമാണ്. പിന്നെ വാവ് ഈ രണ്ട് അക്ഷരം എന്തായി? ഈ മുത്തലിന്റെ അക്ഷരത്തിൽപ്പെട്ട രണ്ടെണ്ണം. അത് രണ്ടും എന്ത് ചെയ്യും? അടുത്ത് വന്നപ്പോൾ അതിലേക്ക് പേര് പറയപ്പെടുന്നത് ലഫീഫ് മക്റൂൻ എന്നുള്ളത്. അപ്പൊ മുത്തലിൽ എത്ര വിധം? 5 വിധം. ഒന്ന് മിസാൽ, തുടക്കത്തിലെ അക്ഷരം. അപ്പൊ മുത്തൽ എന്ന് പറഞ്ഞാല് അതിലുള്ള അസ്ലിയായ ഹർഫുകൾ ഏതെങ്കിലും ഒന്ന് മുത്തലായി വന്നാൽ അതിലേക്ക് മുത്തലിന്റെ അക്ഷരമായി വന്നാൽ അതിലേക്ക് പേര് പറയപ്പെടും മുത്തലായ ഫീൽ എന്നുള്ളത്. അത് 5 വിധമാണ്. ഒന്ന് മിസാൽ. മിസാൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വന്നത്. അജ്വഫ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഫീലിൽ നിന്നുള്ള മുത്തലായ അക്ഷരം രണ്ടാമതായി വന്നു. അങ്ങനെയെങ്കിൽ അജ്വഫ് മൂന്നാമതായി വന്നാൽ മുത്തലായ അക്ഷരം മൂന്നാമതായി വന്നാൽ അതിലേക്ക് പേര് പറയപ്പെടുന്നത് എന്ത്? രാക്കിസ് എന്നുള്ളത്. അങ്ങനെ മിസാൽ, അജ്വഫ്, രാക്കിസ് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് അങ്ങനെ പറഞ്ഞു. ഇനി ലഫീഫ് മക്റൂന്, ലഫീഫ് മഫ്റൂഖ്. ലഫീഫ് മക്റൂന് എന്ന് പറഞ്ഞാൽ അതിലെ രണ്ടാമത്തേതും, ലഫീഫ് മക്റൂൻ എന്ന് പറഞ്ഞാൽ അതിലെ രണ്ടാമത്തേതും മൂന്നാമത്തെ അക്ഷരവും മുത്തലിന്റെ അക്ഷരമായി അടുപ്പിച്ച് വന്നാൽ അതിലേക്ക് ലഫീഫ് മക്റൂന് എന്നും, ലഫീഫ് മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ അതിലെ ഒന്നാമത്തേതും മൂന്നാമത്തേതുമായ അർഫുകൾ മുത്തലിന്റെ അക്ഷരമായി വന്നു. ഒന്നാമത്തേതും മൂന്നാമത്തേതും. അപ്പോൾ രണ്ടിന്റെയും ഇടയിൽ വിട്ടുപിരിക്കപ്പെട്ട ഒരു സ്വഹീഹായ പദം രണ്ടാമത് വന്നു. അങ്ങനെയെങ്കിൽ അതിലേക്ക് പേര് പറയപ്പെടുന്ന പേരാണ് ലഫീഫ് മഫ്റൂഖ്. വിട്ടുപിരിക്കപ്പെട്ടു. രണ്ടിന്റെയും ഇടയിൽ സ്വഹീഹായ പദം കൊണ്ട് വിട്ടുപിരിക്കപ്പെട്ടു. അപ്പോൾ അതിലേക്ക് ലഫീഫ് മഫ്റൂഖ് എന്നും പറയുന്നു. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ക്ലാസ് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ടാകും, കാരണം കുറച്ച് വിശദീകരിക്കേണ്ടി വന്നു. മനസ്സിൽ കൂടുതലായിരിക്കും നേരത്തെ മനസ്സിലായെങ്കിൽ അവരോട് സോറി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.